2022 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചതാർക്ക്? ആനി എർണോ. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? 9. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഓഗസ്റ്റ് 29. ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് വ്ളോഡിമർ സെലൻസ്കി? ഉക്രെയിൻ. ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ ജി.വി. മാവ്ലങ്കർ. അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് 8. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്. UN സെക്രട്ടറി ജനറലിന്റെ കാലാവധി 5 വർഷം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ചു തുടങ്ങുവാനുള്ള പ്രായം 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? പെൺകുട്ടികൾ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി വിമുക്തി. സംസ്ഥാന സർക്കാരിന്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? ട്രാൻസ്ജെൻഡർ. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി. സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഡിസ്കവറി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 7. കേരളത്തിൽ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നതെവിടെ? കൊച്ചി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതെവിടെ? നിലമ്പൂർ. ഇന്ത്യൻ വിവരസാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം 2000. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് 1888. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് 1956 നവംബർ 1. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ. കേളപ്പൻ. ദേശീയ പഞ്ചായത്തി രാജ് നിയമം ആചരിക്കുന്നത് ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുവാനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത്? 10 വർഷത്തിലൊരിക്കൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ബചേന്ദ്രി പാൽ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 21%. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ഹെൻറി ഡുനാന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? എം.എൻ. ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ മാർക്ക് സുക്കൻബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ്. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? ആർട്ടിക്കിൾ 356. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. പ്രവാസം എന്ന കൃതി രചിച്ചത് എം. മുകുന്ദൻ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 1970. ഹെർ പാരന്റ്സ് വോണ്ട് കം. വിൽ ദേ? ഗിവ് വൺ വേർഡ് ഫോർ ടു ഫ്രീ സംവൺ ഫ്രം ദി പവർ ഓഫ് അനദർ. എമാൻസിപ്പേറ്റ്. Susan asked her sister, "Where have you placed it?" This can be reported as Susan asked her sister where she had placed it. His selection to this code was conditional. He was accused of violating the norms. It has been raining since morning. The mistake in the sentence where you are going comes under syntactical mistake. Which of the following is not an example for a language
Discourse. Tense. The language function expressed in the sentence I will visit him next week is determination. Many obscure places have become famous because of this program on TV. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധരൂപം കണ്ടെത്തുക. പീഡനം. ശരിയായ വാക്യം കണ്ടെത്തുക. മാവും മനുഷ്യനും തമ്മിലുള്ള പരസ്പര ബന്ധം വലുതാണ്. സായാഹ്നത്തിന് മുമ്പുള്ള സമയം എന്നതിന് ഏറ്റവും യോജിച്ച പദം പൂർവാഹനം. കോവിഡിന്റെ പ്രത്യാഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര കലാപമുണ്ടായത് അവിടുത്തുകാർ സഹിക്കേണ്ടി വന്നു. ഈ പ്രസ്താവനയ്ക്ക് യോജിച്ച പഴഞ്ചൊല്ല് മടിയൻ മല ചുമക്കും. മന്ത്രോച്ചാരണം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ മന്ത്ര പ്ലസ് ഉച്ചാരണം. സൗന്ദര്യം എന്ന പദത്തിന് പര്യായമായി വരാവുന്ന പദക്കൂട്ടം കണ്ടെത്തുക. അഗ്നി, സൂര്യൻ. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം പദമായിട്ട് വരുന്നത് വിധേയ. ഗുരുവചനം എന്ന പദം ഘടക പദമാകുമ്പോൾ വരുന്നത് ഗുരുവെന്ന വചനം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം മക്കൾ. കുചേലൻ എന്ന പദത്തിന്റെ വിപരീതം ദ്വിജൻ. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം കഥകളി. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. തിരുവൈരാണിക്കുളം ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇരഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണ്? പാറമേക്കാവ്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം തബല. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട്? 18. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന്റെ നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രം ചന്ദനക്കാവ്.